കൊച്ചി ഗോശ്രീ ഐലൻഡ് ഡെവലപ്മെന്റ് അതോറിറ്റി ഓഫീസിന് ചുറ്റുമായിട്ടുള്ള ജിഡ ഓഫീസിന് ചുറ്റുമായിട്ടുള്ള സ്ഥലം മത്സ്യസമ്പത്തിന് ഹാനികരമാകുന്ന രീതിയിൽ സ്വകാര്യ വ്യക്തികൾക്ക് തീരെഴുതി കൊടുത്ത് അവിടെ സ്ഥാപനങ്ങൾ നിർമ്മിക്കുന്നു. അത് മത്സ്യത്തൊഴിലാളികൾക്ക് വലിയ രീതിയിലുള്ള പ്രശ്നമുണ്ടാകും. ഒപ്പം തന്നെ കായലിന്റെ അടിസ്ഥാനമായിട്ടുള്ള കാര്യങ്ങളിലൊക്കെ തന്നെ പ്രശ്നമുണ്ടാകുമെന്ന് ചൂണ്ടിക്കാട്ടി ഇപ്പോൾ നിവേദനം സമർപ്പിക്കാനായിട്ട് എറണാകുളം കളക്ടറിന്റെ ക്യാമ്പ് ഓഫീസിലേക്ക് എത്തിയിരിക്കുകയാണ് മത്സ്യത്തൊഴിലാളി യൂണിയനും ഒപ്പം തന്നെ ധീവര സഭയുടെ പ്രസിഡന്റും അടക്കമുള്ള തൊഴിലാളി സംഘടനകൾ ഇതുമായി ബന്ധപ്പെട്ട് ഇവിടെ എത്തിയിട്ടുണ്ട്. ഇവരുടെ പ്രധാനമായും ആവശ്യം ഉന്നയിക്കുന്നത് ഇവർ ഈ പദ്ധതികൾക്കൊന്നും എതിരല്ല, പക്ഷേ കൃത്യമായി തന്നെ കാര്യങ്ങൾ പഠിച്ചതിന് ശേഷം മാത്രം ജിഡ ഇത്തരത്തിലേക്ക് ഒരു നടപടിയിലേക്ക് പോകണമെന്നാണ് പറഞ്ഞത്. എന്തായാലും അവർ തന്നെ നമ്മളോടൊപ്പം ചെയ്യുന്നുണ്ട്. എന്താണ് നിങ്ങളുടെ ആവശ്യം? ഇപ്പം ജിഡയുടെ ഓഫീസിനോട് ചേർന്ന് ഒരു 2669.45 ചതുരശ്ര അടി വളച്ചെടുത്ത് 5 വർഷത്തേക്ക് സ്വകാര്യ ഏജൻസിക്ക് തീർ കൊടുത്തുകൊണ്ട് അവിടെ മത്സ്യത്തൊഴിലാളികൾക്ക് ദോഷമായ രീതിയിലുള്ള വാട്ടർ സ്പോർട്സ് നടത്താൻ വേണ്ടിയാണ്. അപ്പോൾ ഈ പദ്ധതി അവിടെ വന്നാൽ ഇവർ ഈ പറഞ്ഞ കണക്കല്ല, അതിനപ്പുറത്തേക്ക് ആ സ്ഥലം വേണ്ടി വരും. അപ്പോൾ ആ കായൽ മൊത്തം ഈ ഒരു ആവശ്യത്തിന് വേണ്ടി ഈ ടൂറിസ്റ്റുകൾക്കും ഇങ്ങനെ വിട്ടുകൊടുക്കേണ്ടി വരും. അവിടെയുള്ള മത്സ്യത്തൊഴിലാളികൾക്ക് ഇപ്പം തന്നെ മത്സ്യത്തൊഴിലാളികൾ പട്ടിണിയിലാണ്. അപ്പോൾ ഒരു കാരണവശാലും ഇത് അവിടെ നടത്താൻ ഞങ്ങൾ അനുവദിക്കില്ല. മത്സ്യത്തൊഴിലാളികൾ തൊഴിൽ നഷ്ടപ്പെടും. കാരണം തൊഴിലെടുക്കുന്ന ഭാഗത്താണ് ഈ പദ്ധതി കൊണ്ടുവരുന്നത്. അതാണ് ഞങ്ങളുടെ എതിർപ്പിൻ്റെ പ്രധാന കാര്യം. പദ്ധതിക്കെതിരാണെന്ന് പറഞ്ഞാൽ അനുയോജ്യമായ സ്ഥലത്ത് പദ്ധതി കൊണ്ടുവരുന്നതിന് കുഴപ്പമില്ല. പിന്നെ ജിഡയുടെ ഉദ്ദേശം തന്നെ ദ്വീപുകളുടെ വികസനമാണ്. തൊട്ടടുത്ത് കിടക്കുന്ന താന്തോണിത്തുരുത്ത് അവർക്കൊരു ജെട്ടി പോലും ഇതുവരെ നിർമ്മിച്ചു കൊടുക്കാൻ ജിഡക്ക് കഴിഞ്ഞിട്ടില്ല. കായൽ നികത്തുക, ആ സ്ഥലങ്ങൾ വൻ വിലക്ക് വിൽക്കുക, ഒരു കച്ചവട മനസ്ഥിതിയാണ് വരുന്നത്. സ്പോർട്സ് തന്നെ നടത്തുന്ന അതിന് അതോറിറ്റി ഉണ്ട്. ജിഡയുടെ പണി സ്പോർട്സ് നടത്തലല്ല. ഇടയ്ക്കെതിരെ സമരമായിട്ട് മുന്നോട്ട് പോകാനാണ്. മത്സ്യത്തൊഴിലാളികളെ നമുക്ക് സംരക്ഷിക്കണം. അവരുടെ പണി സ്ഥലമാണ് നഷ്ടപ്പെടുന്നത്. ഇപ്പോൾ വലയിടുകയും മറ്റു മാർഗങ്ങളൊക്കെ ചെയ്യുന്ന അവർക്ക് ഉപജീവനമാർഗം നഷ്ടപ്പെടും. അപ്പം അതിനെതിരെയാണ് PUMSS അതേപോലെ ധീരസഭയെല്ലാം ഒത്തൊരുമിച്ച് മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്നത്. ഇത് ഒരു വൻ വിജയമാക്കി തീർക്കാൻ തന്നെയാണ് ഞങ്ങളുടെ ശ്രമം. എന്ത് പ്രശ്നത്തിനും ധീവരസഭ എന്നും മുൻകൈ എടുത്ത് സമരത്തിന് ഇറങ്ങിയിട്ടുണ്ട്. അതുപോലെ ഇതിനും ശക്തമായ സമരമായി മുന്നോട്ട് പോകും. അതിനു മുമ്പ് പ്രശ്നം പരിഹരിക്കുമെന്നുള്ള വിശ്വാസത്തിലാണ് നിവേദനം കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. എന്തായാലും കളക്ടർ NSK ഉമേഷിന്റെ ക്യാമ്പ് ഓഫീസിൽ നിവേദനം സമർപ്പിക്കാനായിട്ടാണ് ഇവരിവിടെ എത്തിയിട്ടുള്ളത്. ഈ ജിഡയ്ക്ക് ചുറ്റുമായിട്ടുള്ള സ്ഥലം വാട്ടർ സ്പോർട്സിനും കയാക്കിങ്ങിനും ഉപയോഗിച്ച് മത്സ്യസമ്പത്തിനെ ആകമാനം നാശമുണ്ടാക്കുന്ന രീതിയിൽ മത്സ്യത്തൊഴിലാളികൾക്ക് വലിയ ദുരവസ്ഥയിലേക്ക് തള്ളിവിടുന്ന രീതിയിലുള്ള സമീപനം ജിഡയുടെ ഭാഗത്തും ഉണ്ടാകരുത്. ഈ ജിഡ ഈ തീരുമാനങ്ങളിൽ നിന്ന് പിൻവലിഞ്ഞു പോയില്ലെങ്കിൽ കൃത്യമായ പ്രതിഷേധം സമരമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് ഇവർ തീരുമാനിച്ചിരിക്കുന്നത്. കൊച്ചിയിൽ നിന്ന് മേയർ സബ്ജിത്തിനൊപ്പം YS അഭിനന്ദ്, 24. പൊതുജനം കഴുതയല്ല സാർ.